മുന്നിലുള്ള ലാൻഡ്സ്കേപ്പിംഗ് വർക്കാണ്. അപ്പോൾ എല്ലാ വർക്കുകളും അവർ ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് പറഞ്ഞത്. അവരും ഹെൽപ്പ് ചെയ്യാൻ ഭർത്താവുണ്ട്. അപ്പോൾ അവർ റെസ്റ്റോറൻ്റാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെയാണ് പൊതുവേ എല്ലാ ആൾക്കാരും സ്വന്തമായിട്ട് വർക്ക് ചെയ്തത്. കാരണം ബിൽഡേഴ്സ് അല്ലെങ്കിൽ ആരെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവാണ് വർക്കിനൊക്കെ. അപ്പോൾ സ്വന്തമായിട്ട് മാക്സിമം ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കാറ്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്കാരൊക്കെ. അപ്പോൾ ഇത് ഇവരെ പെർമിഷനോട് കൂടി എടുത്തൊരു വീഡിയോ ആണത്. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയി നോക്കാം ഈ റെസ്റ്റോറൻറ്റ് എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഞാൻ ഒന്നും കൂടി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഏകദേശം വൈകുന്നേരമായി, അവരിപ്പോൾ തുറന്നേ ഉള്ളൂ. ഇതേപോലെയാണ് ഇവിടുത്തെ കബാബ് ഷോപ്പുകളൊക്കെ. നാട്ടിലത്തെ ഒരു തട്ടുകട ഫീലിംഗാണ്. ഇവിടെ തൊട്ടടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പ്രാക്ടീസ് ചെയ്യാണ് ഫ്ലഡ് ലൈറ്റിലാണ്. അപ്പോൾ രാത്രി ഫുഡ് കഴിക്കാൻ വേറെ ഓപ്ഷൻസ് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് കബാബ്, ഇതുപോലെയുള്ള കബാബ് ഷോപ്പുകളാണ്. അത് ചെറിയൊരു ഫുഡ് ട്രക്കിൽ കബാബ് സെറ്റ് ചെയ്തതാണ്. ഒരുപാട് നമ്മൾ കാണാൻ പറ്റും രാത്രി ആയിട്ടുണ്ടെങ്കിൽ. ഒരു 2 മണി 3 മണി വരെയൊക്കെ ഉണ്ടാവാറുണ്ട്, ചില 24 hours ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ്. ഓസ്ട്രേലിയൻസിനായാലും മിഡിൽ ഈസ്റ്റിനായാലും ഇന്ത്യൻസിനായാലും എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് കബാബ്. നമുക്ക് സോസ് ആയാലും നമുക്ക് സെലക്ട് ചെയ്യാം. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സോസുകളുണ്ട്. ലാമ്പ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, നമുക്ക് അത് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പൊതുവെ എടുക്കാറ് ഹോട്ട് ചില്ലി ഗാർലിക്, അതാണ് എൻ്റെ ഫേവറേറ്റ്. ആൻഡ് ഓൺ സ്നാക്ക് പാക്ക് barbecue sauce and garlic sauce mixer. Thank you. Food ready. Kebab HSP. ഇത് ഇവിടെ ഫൂട്ടി എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്, ഫുട്ബോളിൻ്റെ പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസാണ്. രാത്രിയാണ് ഫ്ലഡ് ലൈറ്റ് ഇട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാ സബർബിലും, അതായത് നാട്ടിൽ പോലെ പഞ്ചായത്ത് പറഞ്ഞ പോലെ തന്നെ എല്ലാ ഏരിയയിലും ഗ്രൗണ്ടുകൾ ഉണ്ടാവും, ഒരുപാട് ഗ്രൗണ്ടുകൾ ഉണ്ടാവും. ഇതുപോലെ ലൈറ്റ് ഉണ്ടാവും. എല്ലാം പ്രാക്ടീസ് ചെയ്യും, ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും കൂട്ടി ആയാലും ഒക്കെ. അപ്പോൾ കബാബും HSP എല്ലാം റെഡിയായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ കളി കണ്ടുകൊണ്ട് ഗ്രൗണ്ടിൻ്റെ സൈഡിൽ നിന്നിട്ട് ഈ ഫ്ലഡ് ലൈറ്റിൻ്റെ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന്. അപ്പോൾ അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഇതാണ് HSP എന്ന് പറഞ്ഞാൽ അലാൾ സ്നാക്ക് പാക്ക്. അതായത് ഇത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. തുറന്നിട്ടുണ്ടെങ്കിൽ മേലെ സോസാണ്, പിന്നെ മീറ്റാണ്. ഈ മീറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾ ചിക്കനും ഉണ്ട്, ലാമ്പും ഉണ്ട്. അതിൻ്റെ അടിയിൽ ചിപ്സ്. അപ്പോൾ ഈ ചിപ്സും ഈ മീറ്റും കൂടി ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഫോക്കിൽ കുത്തിയിട്ട് ഇതങ്ങനെ. HSP അഥവാ അലാൾ സ്നാക്ക് പാക്ക് ഒരു ഓസ്ട്രേലിയൻ ഇൻവെൻറ്റഡ് ഫുഡാണ്. ഇതൊരു വെസ്റ്റേണും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റേണും കൂടി കൂടിയ ഒരു ഫ്യൂഷൻ ഫുഡാണ്. ഇതിൽ ചിപ്സ് വരുമ്പോൾ വെസ്റ്റേണായി, അതേപോലെ തന്നെ മീറ്റ് വരുമ്പോൾ ഒരു മിഡിൽ ഈസ്റ്റേണായി. നല്ല രസമാണ്. ഇതാണ് കബാബ്. ഇത് നാട്ടിലത്തെ ഷവർമനെ പോലെ തന്നെയാണ്. ഇവിടെ കബാബ് എന്നാണ് പറയാറ് ഇതിന്. ഏകദേശം ഷവർമ തന്നെ.
അപ്പോൾ ഈ കബാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുബൂസ് അത് ലെബനീസ് ബ്രെഡ് എന്ന് പറയില്ല ഇവിടെ കുബൂസിൽ മീറ്റ് വെച്ചിട്ട് മീറ്റ് നമുക്ക് ചിക്കനോ അല്ലെങ്കിൽ ലാമ്പോ വെച്ചിട്ട് അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട സോസ് വെക്കണം. ഒരുപാട് സോസ് ഉണ്ട്, ബാർബിക്യൂ, ഗാർലിക്, പിന്നെ ഹോട്ട് ചില്ലി, സ്വീറ്റ് ചില്ലി, അങ്ങനെ ഒരുപാട് ഐറ്റം സോസ് ഉണ്ട്. അപ്പോൾ ഞാനിത് തിന്നാൻ പോവാണ്, ഇതാ തുറക്കാൻ പോവാണ്. എന്നാ ടെസ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പറാ. ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പം ഇനി കബാബ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു കടി കടിച്ചു. ഇതാ മീറ്റ് കാണാം, ഇതിൽ ലെറ്റ്യൂസ് ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, പിന്നെ ഒണിയൻ ഉണ്ട്, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സോസുകളും ഉണ്ട്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. അടിപൊളി, സൂപ്പർ, വെരി യമ്മിയ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയും നേരം ഞങ്ങൾ കബാബ് വ്ളോഗ് കണ്ടിട്ട് വളരെയധികം സന്തോഷമുണ്ട്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.